ഹലോ, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കാലാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ തിറവെള്ളാട്ട് മഹോത്സവം, അത് മിഥുനമാസത്തിലെ ഉത്രം മുതൽ 3 ദിവസം, പ്രതിഷ്ഠാദിനമായിട്ടും തുലാമാസത്തിൽ പാട്ടുത്സവമായും അതിഗംഭീരമായി നടത്തുന്ന പതിവിടുണ്ട്. തൃപ്രയാർ ദേവരുടെ സന്നിധത്തിൽ നിന്നുള്ള അതിഗംഭീര കാവടി ഘോഷയാത്രയോടുകൂടിയാണ് ഈ ചാത്തസ്വാമിയുടെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കാലാടിക്കാവിലെത്തി അഭിഷേകം കഴിഞ്ഞാൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിറ മഹോത്സവത്തിന് ആരംഭം കുറിക്കും. ആദ്യത്തെ ഫസ്റ്റ് ദിവസം കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഒരു ഐശ്വര്യമാണ്. എന്നിട്ട് എല്ലാവരും ഇവിടെ പോയി തൊഴുക, പ്രാർത്ഥിക്കുക. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വരുന്നത്. കാരണം ഞാനവിടെ പോയി നിന്നപ്പോൾ എനിക്കത് മനസ്സിലായതൊരു നല്ലൊരു ഫീലാണ്. ഈ ക്ഷേത്രത്തിനകത്തൊക്കെ കയറി നോക്കണം. പക്ഷേ എനിക്ക് ഇനിയും ആ ക്ഷേത്രത്തിൽ പോകാൻ അവകാശം പോയതുള്ളൂ. പക്ഷേ എനിക്ക് ഇനിയും അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ക്ഷേത്രത്തിൽ നാഗരാജാവ് നാഗേഷി ശിവന്റെ വനവാസവും ബ്രഹ്മരക്ഷസ്, ഭദ്രകാളി ക്ഷേത്രം, ഭുവനേശ്വരി ക്ഷേത്രം, ഇതിനകത്തുള്ള പ്രതിഷ്ഠകളാണ് കേട്ടോ. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അകത്തെടുത്തേനെ. നമുക്ക് പുറത്തു നിന്നുള്ള വീഡിയോ എടുക്കാനുള്ള പെർമിഷനുള്ള, അകത്തോട്ട് നമുക്ക് കോവിലിനകത്ത് കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അതെല്ലാം കാണിക്കാമായിരുന്നു. ആ ഫ്രണ്ടിലെ കുളം നല്ല മീനൊക്കെ ഉണ്ടാക്കും ഫ്രണ്ടിലെ കുളത്തിലൊക്കെ. അമ്പലക്കുളമല്ലേ. കാലാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം.